ഫോക്കസ് ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനി. ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ സന്തോഷ് പണ്ഡിറ്റ്. സ്വാഗതം സർ. നമസ്കാരം. ഒരു സിനിമാക്കാരനാണ്. അപ്പോൾ താങ്കളോട് ചോദിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. താങ്കൾ ഇതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കുന്നതെന്നായിരുന്നു ഞങ്ങൾക്ക് അറിയേണ്ടിയിരുന്നത്. വിഷയം നമ്മുടെ അഖിലേന്ത്യാ പണിമുടക്കാണ്. അപ്പോൾ പണിമുടക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുൻപായിരുന്നു. അപ്പോൾ എന്താണ് തോന്നുന്നത്? ഇത്തരം പണിമുടക്കുകൾ നമ്മളുടെ നാട്ടിൽ ആവശ്യമുണ്ടോ? ഇത് ജനങ്ങൾക്ക് നല്ലതാണോ ചെയ്യുന്നത്? എന്താണ് ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്തായിരിക്കും? അല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അഖിലേന്ത്യാ പണിമുടക്ക് ഇപ്പോൾ അവസാനം നടന്ന അഖിലേന്ത്യാ പണിമുടക്ക് മോളെ അത് ശരിക്കും എന്തിനായിരുന്നു? അല്ല, എന്തിനായിരുന്നു നടത്തിയത്? അത് പലർക്കും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം തന്നെയാണ്. അല്ല, സാധാരണ എന്താണ് 10 പൈസ ഡീസലിനെ കൂട്ടിന്നോ പെട്രോളിനെ കൂട്ടിന്നൊക്കെ പറയാറുണ്ട്. അല്ല, ഇത് എന്തിനാണെന്നുള്ളത് ഞാൻ പലരോടും ചോദിച്ചു. ചേട്ടാ ഇത് എന്തിനാണ്? പിന്നോട് ഒന്നും കിട്ടാത്ത പേരാണെന്ന്. ചേട്ടാ ഇന്ത്യയിൽ ഫാസിസം, ഫാസിസം സെക്യുലറിസം എന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായിരുന്നു. അതിപ്പോ അത് ദിവസം ഉണ്ടല്ലോ. അതിപ്പോ അത് കഴിഞ്ഞ പിറ്റേ ദിവസം നമ്മുടെ ഫാസിസം തന്നെയാണല്ലോ. അല്ല, അങ്ങനെ എന്തൊക്കെയാണ് എനിവേ എന്തെങ്കിലും കാരണം ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഞാൻ ചോദിച്ച ആളുകൾക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞു തരാനുള്ള വിവരമില്ലാത്തതുകൊണ്ട് സംഭവിച്ചതാവാം. എനിവേ എനിക്കിതുവരെ ക്ലിയർ അല്ല അത് എന്തിനാണ് ഇവർ നടത്തിയതെന്ന്. പണിമുടക്ക് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു റൈറ്റ് ആണ്. അല്ല, 100% തെറ്റൊന്നും പറയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ജോലി എടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള പോലെ തന്നെ പണി മുടക്കാനുള്ളതുകൊണ്ട്. പക്ഷേ വേറൊരാളെ ഇപ്പം നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്. ഞങ്ങൾ പറയുന്നു നമ്മളിങ്ങനെ ഓക്കെ ഇന്ത്യയിൽ ഫാസിസം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ നാളെ പണി കൊടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഫാസിസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളവിടെ ജോലി എടുക്കുന്നു പണി മുടക്കേണ്ട സമയത്ത്. അപ്പം അയാൾ നടക്കൂല എന്നോട് തല്ലലും കൊല്ലലും. അത് തെറ്റാണ്. അത്രയും ഞാൻ പറയുന്നത്. അല്ലാണ്ട് പണിമുടക്ക് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതിന് പല കാരണങ്ങളും പല കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തരെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഒരു വ്യക്തിഗതമാണ്. അതേസമയം ജോലി എടുക്കുന്നവരോട് ഈ എങ്ങനെയാ പണിയെടുക്കുക? ഇന്ത്യയിലെ ഫാസിസമാണ് ഈ എന്ന് പണിയെടുക്കരുത്. അതാണ് ജോലി എടുക്കുന്നവരും എടുത്തോട്ടെ, നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട. അങ്ങനെ നമ്മൾ അങ്ങനത്തെ പല ന്യൂസും അടിച്ചോടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് എന്തിനാണ് ചെയ്യുന്നത്? അയാൾ തുറക്കണേ തുറന്നോട്ടെ. അയാൾക്ക് ഇന്ത്യയിൽ ഫാസിസം തോന്നുന്നില്ല, ഇവര് തോന്നുന്നുണ്ടോ? അങ്ങനെ പണി മുടക്കിക്കോളാം. സ്വാഭാവികമായി നമ്മൾ അല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക? അപ്പൊ ഒരു ഷോപ്പ് അടിച്ചു പൊളിച്ചു മറ്റെന്തൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ പണി മുടക്കുന്ന ആളുകളോട് ആ പണിയെടുക്കുന്നവനെ എടുത്തോട്ടെ എന്നൊരു തോന്നലിലേക്ക് എത്തുക. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം എന്നാണ്. അത് ഞാൻ പറഞ്ഞ ഏത് പാർട്ടിയായാലും, ഇന്ന പാർട്ടി എന്നല്ല കേട്ടോ, ഏത് പാർട്ടിയായാലും നിങ്ങൾക്ക് പണി മുടക്കാനുള്ള റൈറ്റ് ഉണ്ട്, ജോലി ചെയ്യാനുള്ള റൈറ്റും ഇന്ത്യയിലുണ്ട്. അപ്പൊ അത് ചെയ്തു. പിന്നെ അഖിലേന്ത്യാ പണിമുടക്ക് എന്ന് പറയാൻ പറ്റുമോ? കേരളത്തിന്റെ അഖിലേന്ത്യാ പണിമുടക്കാണ്. എവിടെയൊന്നും ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. ആരൊക്കെ എവിടേക്ക് ചില തീവണ്ടി തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രമിച്ചു, തീവണ്ടിയൊക്കെ ഓടി അങ്ങനെയൊക്കെ എന്തൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. എന്തായാലും ജനറലി നോക്കുമ്പോൾ ഇന്ത്യയിൽ കേരളം ഒഴിച്ച എല്ലാ സ്ഥലങ്ങളിലും ഫുൾ വർക്കിംഗ് തന്നെയാണ് കേട്ടോ. കാരണം ഇപ്പോൾ മഹാരാഷ്ട്രയെ പോലത്തെ ഒരു സംസ്ഥാനത്തൊക്കെ പോയിട്ട് നമ്മൾ പണിമുടക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആളുകൾക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പിന്നെ പണിമുടക്കൊണ്ട് ഇപ്പം എന്താണ്, ആർക്കാണ് അതിൻ്റെ ദോഷം? അതായത് ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ഇപ്പം ഞാൻ മുമ്പ് സർവീസിലുള്ള സമയത്ത് ഒരു പണിമുടക്കുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു അത്യാവശ്യമായി പനിയും തലവേദനയും ആയതിനാൽ ഞാൻ ലീവാണ് സർ. ഞങ്ങൾക്കും വർഷം 20 ലീവുണ്ട്. അതല്ലാത്ത വേറെ പലതരത്തിലുള്ള ലീവുണ്ട്. വേണമെങ്കിൽ ഒരു മെഡിക്കൽ ലീവ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് ശമ്പളത്തോടെ കിട്ടും. നിങ്ങളൊരു സ്വന്തമായിട്ടൊരു കാറിൻ്റെ ഷോപ്പ് നടത്തുകയാണ്, ശരി, പണിമുടക്കാണ്. ഇന്ന് കാറ് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ നാളെ വന്ന് വാങ്ങിക്കും. നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. സാധാരണ ഇതിൽ ഇന്ന് 2 കാറ് പോകേണ്ടത് നാളെ 4 കാറ് പോകും. നിങ്ങളൊരു കമ്പ്യൂട്ടറിൻ്റെ സ്ഥാപനമാണ്, ഇന്ന് നിങ്ങളൊരു കമ്പ്യൂട്ടർ വേണം വിചാരിച്ചു, അയ്യോ എന്താണല്ലോ, നിങ്ങൾ അടുത്ത ദിവസം പോയിട്ട് കമ്പ്യൂട്ടർ മേടിക്കാനാണ്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വേണം എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ ഇവർക്കൊന്നും തന്നെ നഷ്ടം വരുന്നുണ്ടോ? ഈ പണിമുടക്ക് കൊണ്ട് നഷ്ടം ആർക്കാണ് വരുന്നത്? ഓട്ടോറിക്ഷക്കാർക്ക് നഷ്ടമാണ്. കാരണം നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട് നിന്ന് കുറച്ച് ദൂരമുള്ളതാണെങ്കിൽ നിങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ചിലപ്പോൾ, കാരണം അതായിരിക്കും ഓട്ടോ ആയിരിക്കും നല്ലത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ലീവ് എടുത്തതിലൂടെ ആ മനുഷ്യനെ അവിടുന്ന് ഒരു 50 രൂപയുടെ ഓട്ടോ ആണെങ്കിൽ ആ 50 രൂപയ്ക്ക് നഷ്ടമായി. കാരണം പിറ്റേ ദിവസം കൂടെ 2 പ്രാവശ്യം ഓട്ടോയിൽ പോകുന്നില്ല. അതേപോലെ ഏതൊരാളും നമ്മൾ അങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും? ഒരു ചായ കുടിച്ചു പോലെ, ചായൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും പോകുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? 15 മണിക്കൊക്കെ ഒന്ന് അപ്പോൾ ഒരു തട്ടുകടയിൽ പോയിട്ടാണ് ചേട്ടാ ഒരു ചായ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ബിസ്ക്കറ്റോ അല്ലെങ്കിൽ പരിപ്പ് വടയോ എന്തെങ്കിലും നമ്മൾ കഴിക്കും. ഇത് പിറ്റേ ദിവസം നിങ്ങൾ 2 ചായ കുടിക്കുന്നില്ല, ആ മനുഷ്യനെ നഷ്ടമാണത്. ഇങ്ങനെ അതാത് ദിവസം പണിയെടുത്ത് പോകുന്നവന് നഷ്ടമാണ്. അതേപോലെ ഈ സ്കൂളിൻ്റെ ഒക്കെ അടുത്തായിട്ട് ചില കുറ്റി ഷോപ്പുകളുണ്ടാവും, നമ്മൾ പെന്നും പേനയും മറ്റൊക്കെ വന്ന ബേസിക്സ്, അയാൾക്ക് നഷ്ടമാണ്. കാരണം അതാത് ദിവസം മാത്രമേ അത് പിറ്റേ ദിവസം അതിൻ്റെ ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ജീവിതത്തിൽ വാങ്ങുന്ന എല്ലാ സാധനവും നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ഞാൻ പറയും, നമ്മളിപ്പോൾ ബസ്സിലിരിക്കും, ചിലർ ഇത് പേനയാണ്, ഇത് ഇന്നതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളങ്ങ് മേടിക്കുന്ന ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപയോഗിക്കുന്നുണ്ടാവില്ല. പക്ഷെ അത് ആ ദിവസം മാത്രമേ നിങ്ങളത് മേടിക്കൂ. അതേസമയം
നിങ്ങൾ വലിയ വലിയ സാധനങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അതെന്തായാലും നിങ്ങൾ മേടിച്ചേ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു മാരേജിന്റെ സമയത്ത് നിങ്ങൾക്ക് സ്വർണ്ണം എടുക്കാൻ പോകണോ, അത് ഇന്ന് പറ്റിയില്ലേ, നിങ്ങൾ അടുത്ത ദിവസം പോകും. അപ്പൊ ആ ബൂർഷയ്ക്കോ ആ മുതലാളിക്കോ ആ വലിയ പണക്കാരന് അവിടെ നഷ്ടമില്ല. കാരണം ആ ദിവസം വാങ്ങിയില്ല വെച്ചിട്ട് പിന്നെ നിങ്ങൾ ഇപ്പോൾ പോകാൻ വാങ്ങാതിരിക്കുന്നില്ല, പിറ്റേ ദിവസം നിങ്ങൾ പോകും. പക്ഷെ ഇവിടെ പാവപ്പെട്ടവന്റെ കേസ് അങ്ങനെയല്ല. അവന് ചെറുകിട തൊഴിലാളികൾക്കും അതേപോലെ നിങ്ങളിപ്പോൾ ഫോട്ടോസ്റ്റാറ്റിന്റെ ഷോപ്പിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ മോളെ നാളെ ദേശീയ വഴി എടുക്കാം. ഓക്കെ സാർ, ഞാൻ എന്താ ചെയ്യേണ്ടത്, നാളെ വരണ്ട. നിങ്ങൾക്ക് പെർ ഡേ ആണ് അവിടെ പേയ്മെന്റ്. ഇന്ന് പോയില്ലെങ്കിൽ 300 രൂപയുടെ 300 രൂപ നിങ്ങൾക്ക് പോയി. നിങ്ങളൊരു ചെറിയ ടെക്സ്റ്റൈൽസ് സ്ഥാപനത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് 300-350 രൂപയാണ് കിട്ടുന്നത്. നാളെ ടെക്സ്റ്റൈൽസ് ഇല്ല കേട്ടോ. ടെക്സ്റ്റൈൽസ് ഉടമയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വാങ്ങേണ്ട ഡ്രസ്സും അടുത്ത ദിവസം ആൾക്കാർ പോയി മേടിക്കും. അവിടെ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം പോയി. അതേപോലെ തന്നെയാണ് സ്കൂളിലും മറ്റൊക്കെ പോകുന്ന ടീച്ചേഴ്സ്, ഇങ്ങനെ താൽക്കാലിക ജീവനക്കാർക്ക് അവർ അതാത് ദിവസം വരുമ്പോൾ അവർക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്ഥലത്ത് ഇങ്ങനെ താൽക്കാലിക ജോലിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്. കാരണം നിങ്ങൾ എത്ര ദിവസം പോയി എത്ര മണിക്കൂർ പോയി എന്നുള്ളതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പം നിങ്ങൾ പോയിട്ടില്ല. പാവപ്പെട്ടവനെ മാത്രമേ ഈ ബന്ധു ഹർത്താലും ബാധിക്കുന്നുള്ളൂ, പണക്കാർക്ക് ഒരു രീതിയിലും ബാധിക്കുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു തെറ്റുണ്ടോ? അതേപോലെ എനിക്ക് ഒറ്റ പ്രാവശ്യം ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ പെട്ടെന്ന് ഒരു ബന്ധു പ്രഖ്യാപിച്ചു. അവിടെ നിന്ന് എനിക്ക് വേറെ സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അവരെ വിളിച്ചു പറഞ്ഞ ചേട്ടാ എനിക്ക് നാളെ വരാൻ പറ്റില്ല, ഫൈൻ. പക്ഷെ ഞാൻ എന്ത് വേണ്ടി വന്നു, അവിടെ ഒരു ദിവസം കൂടെ എനിക്ക് ലോഡ്ജ്, കാരണം ഞാൻ എവിടെയെങ്കിലും നിൽക്കണ്ടേ. ഞാൻ ശരിക്കും ഈവനിങ് ഇറങ്ങാൻ വിചാരിച്ചപ്പോഴാണ് നാളെ ബന്ധാണ്. പെട്ടെന്ന് നിങ്ങളാണ് ചില ബന്ധമൊക്കെ പെട്ടെന്ന് വരും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താണ്, ആ വ്യക്തിക്ക് അത് ലാഭമാണ്. കാരണം ഞാൻ ശരിക്കും ഇന്ന് അവിടെ വെക്കേറ്റ് ചെയ്യാൻ പോയ ഞാനെന്നല്ല, എന്നോട് അവർ പറയാണ് ബന്ധു ഇപ്പൊ പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ ഉള്ള മുഴുവൻ റൂം എല്ലാവരും തുടരുകയാണ്. ഇവിടുന്ന് കയറിയിട്ട് കാര്യമില്ല. അപ്പൊ ലോങ് ബസ്സൊക്കെ നിർത്തിയേ പെട്ടെന്ന്. അപ്പൊ അയാളെ സിസ്റ്റം അയാൾ ലാഭമാണ്. കാരണം മുഴുവൻ ആളുകൾ അവിടെ വരുന്നു. അയാളുടെ ആ വലിയ 5 സ്റ്റാർ ഹോട്ടലാണെങ്കിൽ അവിടെയുള്ള എല്ലാ സംവിധാനങ്ങൾക്കും നിങ്ങൾ ഇതുകൊണ്ട് ലാഭമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചു, നമുക്ക് അധിക ചെലവാണ്. കാരണം ആ ദിവസത്തുള്ള ഇത് നമ്മൾ ചിലപ്പോൾ നമ്മൾ അളന്ന് മുറിച്ചിട്ട് ഒരു ദിവസത്തെ ലോഡ് ചെല്ലുള്ളൂ, മറ്റേ ദിവസം ആളെ കണ്ടിട്ട് ഈവനിങ് നമ്മളെ വീട്ടിൽ നിന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. ഇതെല്ലാ കാൽക്കുലേഷനോടെ പോവാണ്. അതുകൊണ്ട് ബന്ധു ഹർത്താലൊക്കെ സാധാരണഗതിയിൽ അതാര് നടത്തിയാലും പാവപ്പെട്ടവനെയാണ് ബാധിക്കുന്നത്. പണിമുടക്കുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക്, ചില വിഭാഗം ആളുകൾക്ക് വരുന്ന ലാഭവും അതുപോലെ തന്നെ മറ്റു ചില വിഭാഗം ആളുകൾക്ക് വരുന്ന നഷ്ടമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഗവൺമെന്റിന്റെ നഷ്ടം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ലാഭമാണോ ഉണ്ടാവുന്നത്, എന്താ തോന്നുന്നത്? ശരിക്കും സർക്കാരിനും ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന 2000 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാവും. നഷ്ടം പല ടോട്ടൽ എല്ലാം കൂടെ നമ്മൾ നോക്കി വരുമ്പോൾ 2000 കോടിയുടെ നഷ്ടമുണ്ട് മിനിമം. ഒരു ദിവസം ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ലെങ്കിൽ സർക്കാരിന് ഇതിന് നഷ്ടമുണ്ട്, എല്ലാവർക്കും ഉണ്ട് നഷ്ടമുണ്ട്. പക്ഷെ അത് കൂടുതലും വലിയ ആളുകൾക്ക് അതൊരു നഷ്ടമായിട്ട് വരുന്നില്ല, ചിലർക്ക് ലാഭമാണ്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തു. ഇനിയും ഒരുപാട് എപ്പിസോഡുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പക്ഷെ അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. കേരള ലൈവ് എന്നൊരു ചിത്രം വരാനിരിക്കുകയാണ് അല്ലേ? 12ാമത്തെ സിനിമയാണ്, സെൻസറിങ്ങിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ കേരള ലൈവ് എന്ന ചിത്രത്തിന് എല്ലാവിധ ആശംസകളും നേരെയാണ്. അപ്പൊ ഇതുവരെ നമ്മളല്ല ആരും പറയാത്തൊരു പുതുമയുള്ള ഒരു പ്രമേയമാണ് അല്ല, നമ്മൾ ആരും പറയാ നമുക്കൊരു ഇന്നത്തെ കേരളം. അപ്പോൾ ഇന്ന് വരെ മലയാള സിനിമയിൽ ആരും പറയാത്ത, അത് പ്രവാസികൾ മൊത്തം തിരിച്ചു വന്നാൽ കേരളത്തിന്റെ അവസ്ഥ എന്നുള്ളൊരു പ്രമേയമല്ലേ? നിങ്ങൾ ഓർമ്മയിൽ ആരും അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊരു ന്യൂ ജനറേഷൻ പടമൊന്നുമല്ല, കള്ളും കഞ്ചാവും ഒന്നുമില്ല അല്ല, ഞാൻ ആദ്യം പറയുകയാണ്. ഡബിൾ മീനിങ് അങ്ങനത്തെ സംഭവം ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രമേയമാണ്. അപ്പൊ എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കുക. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഈ സിനിമയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ ആളുകൾ വീണ്ടും ഈ സിനിമയെ കുറിച്ച് ചിന്തിക്കുന്ന. അതെ, അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Till then, this is me, Shivani, signing off. Thank you.